സമോ ചീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തക്കാളിയും മാങ്ങയും കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിന്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: നന്നായി പഴുത്ത തക്കാളി 3 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ മാങ്ങ, ഒരു 5 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതാണെങ്കിൽ ഇതിന്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഈ തക്കാളിയും മാങ്ങയും പച്ചമുളകൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിതൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. തക്കാളിയും മാങ്ങയും ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ഇതുപോലെ, മാങ്ങ ഇതുപോലെ. മാങ്ങ ഞാൻ പകുതി എടുത്തുള്ളൂ, നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ പകുതി മാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിനകത്തേക്ക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. തക്കാളിയും പച്ചമുളക്, കറിവേപ്പില, മാങ്ങ ഇതെല്ലാം കൂടി ഇട്ട് ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കറിയല്ലേ, അപ്പം ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ഇത് വേകാനുള്ള വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അരപ്പ് ചേർക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായ അരപ്പ് കൂടെ തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഞാനിതൊന്ന് വേവിക്കാൻ വെക്കട്ടെ. അരപ്പിനാവശ്യമായ സാധനങ്ങൾ: ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തത്. 240 ml കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന തക്കാളിയുടെ മാങ്ങയുടെ അളവിനനുസരിച്ചാണ് തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഞാനിവിടെ 1 കപ്പ് നിറച്ചു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 പിഞ്ച് ജീരകവും. ഈ ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കടുക് താളിച്ചിടണം. അതിന് ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുക്, വെളിച്ചെണ്ണ, ഒരു 4-5 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില. തേങ്ങയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. തക്കാളിയും മാങ്ങയും ഞാൻ വേവിക്കാൻ വെച്ചിരുന്നത് വെന്തോന്നും നോക്കാം. ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഒക്കെ കൂടി എന്താ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തീ അല്പം കുറച്ച് കൊടുക്കണം. തേങ്ങ ചേർക്കുമ്പോൾ ഇത് തിളച്ചു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തീ കുറച്ചിട്ട് വേണം അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അല്പം കൂടെ കൂട്ടാം. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് തിക്കാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ നോക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ. ഇളക്കി കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണിത്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി. സാധാരണ എല്ലാവരും ഇതിനകത്ത് സവോളയൊക്കെ വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട്. ഞാനിതൊന്നും ചേർക്കാറില്ല. ഞാൻ തക്കാളിയും മാങ്ങയും പച്ചമുളക് മാത്രമേ ചേർക്കാറുള്ളൂ. ഇതിനകത്ത് വെളുത്തുള്ളി വേണമെങ്കിൽ ഒരു പൊടി ഇഞ്ചി വേണേൽ ചേർക്കാം കേട്ടോ. അതാ തക്കാളിയൊക്കെ വേവിക്കുന്ന സമയത്ത് ഒരു അല്പം ഇഞ്ചി വേണേൽ ചേർത്ത് കൊടുക്കാം. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. എനിക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് തളിച്ചിട്ട് കൊടുക്കാം. അത് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു പിഞ്ച് ഉലുവപ്പൊടിയായത് അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കടുക് വറുത്തിടുന്നതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് വറുത്ത് ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ തക്കാളി മാങ്ങ ഒഴിച്ച് കറി ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.